നമുക്കൊന്ന് കോർഫക്കം വരെ പോയിട്ട് വരാം. പോകുന്ന വഴിയിൽ കുറേ വിശേഷവും പറയാം. ഓക്കെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ആഗ്രഹിച്ച് മോഹിച്ച് ഒരു പുതിയ ജോബ് കിട്ടി. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ദുബായിലാണ്, പക്ഷേ പുതിയ ജോബ് കിട്ടിയത് അബുദാബിയിലാണ്. പക്ഷേ മോള് ഓൾറെഡി ഇവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു FS2 ദുബായിൽ തന്നെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ കോൺട്രാക്റ്റ് തീരുന്നത് നെക്സ്റ്റ് ഏപ്രിലാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. 3 മാസത്തെ റെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാം ആലോചിച്ച് വന്നപ്പോൾ ഈ വർഷം എന്തായാലും അങ്ങോട്ട് പോകണ്ടാൻ തീരുമാനിച്ചു. അപ്പോൾ പുള്ളി എന്തായാലും പോയി വരാമെന്ന് വെച്ച് ഇപ്പോൾ കാലത്ത് 7 മണി തൊട്ട് 8:30 വരെ ആവും തിരിച്ചെത്തുമ്പോൾ. ഒരുവിധം വയ്യാണ്ടായിട്ടാണ് വരിക. അപ്പോൾ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥയിലാണ് ഉള്ളത് മൊത്തത്തിൽ. ആകെ സാറ്റർഡേ സൺഡേ മാത്രമാണ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ കോർഫക്കാൻ പോകുന്നത് മോളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയ ജോബ് മാറുമ്പോൾ എല്ലാവരുടെയും വിസ റിന്യൂ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ വേറെ എവിടെയും ദുബായിലും വേറെ എവിടെയും ഷാർജയിലോ വേറെ എവിടെയും കിട്ടുന്നില്ല ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അവസാനം കിട്ടി കച്ചിത്തുരുമ്പാണ് ഈ കോർഫക്കാനിലെ ഈ അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ അബുദാബി വരെ 2-3 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വണ്ടി ഓടിച്ച് പുള്ളിക്ക് ഒരു വിധമായതുകൊണ്ട് ഇപ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കുന്നത് മൊത്തം. ഞാനിവിടെ കുട്ടികളെയും കൊണ്ട് മാനേജ് ചെയ്തോളാം, അബുദാബിയിൽ പോയി നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം സ്യൂട്ട് കേസൊക്കെ പാക്ക് ചെയ്ത് ഞാൻ കാലത്ത് വിട്ടു. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഉണ്ട് ഈ ബോർഡിംഗ് സ്കൂളിലൊക്കെ കുട്ടികളെ വിടുന്ന പോലെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് പറ്റില്ല, ഞാൻ അവിടെ പോയി നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. പക്ഷേ തൽക്കാലം എല്ലാം മധുരമായിട്ടും കാണാം. അതല്ലേ നല്ലത്.